ഒരുപാട് സിനിമാ താരങ്ങൾ കൂടി സ്ഥാനാർത്ഥികളാവുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ തിരുവനന്തപുരത്താണ് നമ്മളിരിക്കുന്നത്. ഇവിടെ സുധീർ കരമന ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയാവുന്നു. സുധീർ കരമന എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ അടുത്ത ഒരു അനിയനെ പോലുള്ള ഒരാളാണ്. അയാൾക്ക് നിന്നൂടായികയൊന്നുമില്ല. ഉം. അയാൾ അധ്യാപകനാണ്, വിവരമുള്ളവനാണ്. പിന്നെ ഒരു ഇടതുപക്ഷ മനസ്സുകളും കലാമനസ്സും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. നിന്നുകൂടായികയൊന്നുമില്ല അവർക്ക്. ഈ നിന്ന് കഴിഞ്ഞിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. ഉം. ഞാൻ മഹാത്മാഗാന്ധിയെക്കാളും ഭയങ്കരമായിട്ട് സേവനമൊക്കെ നടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചിട്ടാണ് വന്ന് നിൽക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഉം. അതാണ് സഹിക്കാൻ ഒക്കാത്തത്. നിങ്ങൾ നിൽക്കുക, മന്ത്രിയാവുകയോ എം എൽ എ ആവുകയോ ചെയ്യും. ഈ അഖിൽമാരാർ വിഷയത്തിലേക്കാണോ എത്തുന്നത്? അഖിൽ മാരാർ എന്ന് പറയുന്നത് ഒരാള്. ആ. അയാള് ബിഗ് ബോസിലേക്ക് പോയപ്പോഴത്തേക്ക് വാസ്തവത്തിൽ ഞാൻ ബിഗ് ബോസ് ഇടയ്ക്ക് കാണുന്ന ആളാണ്. ആ. കണ്ടപ്പോഴത്തേക്ക് ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് ഇയാൾ ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും അതിന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അയാൾക്ക് വേണ്ടി കാണുകയും അയാൾക്ക് വേണ്ടി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഓ, 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 ഓ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് കണ്ടത്. പിന്നെ അയാൾ അടിക്കണ വാചകങ്ങളും പറയണതും കേട്ടിട്ട് ഇയാളാണ് ചെഗുവര എന്നൊക്കെ തോന്നുന്ന വിധത്തിലാണ് പറയണത്. എന്തൊക്കെ അടിച്ചു വിടണാണ് ഇയാൾ. യൂത്ത് കോൺഗ്രസ് ആരാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്സിലോ എസ് എഫ് ഐയിലോ മറ്റേ DYFIയിലോ ഒക്കെ ടച്ച് ചെയ്ത് ചെറുപ്പകാലങ്ങളിൽ കടന്നു വരാത്ത ആരാണ് ഈ തലമുറയിലുള്ളവർ? അവിടെ ചെന്ന് മറ്റേ പിണറായി വിജയനെ പഠിച്ചപ്പോൾ അയാളെ പോലീസ് എടുത്തിട്ട് അടിച്ചു. പിന്നെ മുഖ്യമന്ത്രി തെറി പറഞ്ഞിരുന്ന അടിക്കാതെ പിന്നെ പൂ മുറിച്ചിട്ട് തൊഴുമെന്ന് വിചാരിച്ചു അയാൾ. ഇതൊക്കെയാണ് ഇയാളുടെ സാക്രിഫൈസ് ആയിട്ട് ഇയാൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇയാളുടെ രാഷ്ട്രീയ ബന്ധമായിട്ട്. അതാണ് രാഷ്ട്രീയ ബന്ധം. ഉടൻ പിറ്റേ ദിവസം MLA ആവുക, മന്ത്രി. അതിന് തന്നെ ഇയാൾ, എൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഇയാൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി ഊണ് കഴിക്കുന്നു, മറ്റിടത്ത് പോയി മറ്റത് ചെയ്യുന്നു. അതൊക്കെ ചെയ്യാൻ അയാൾക്ക് അർഹതയുണ്ട്. നമ്മൾ അതിനൊന്നും ചോദ്യം ചെയ്യില്ല. ഞാൻ അലഞ്ഞിരിഞ്ഞ് ഒരിടത്തൊന്നും ചാൻസ് കിട്ടാതെ വരുമ്പോഴത്തേക്ക് യാതൊരു കാലിബറും ഇല്ലാതെ നാടിനെ നശിപ്പിക്കാൻ, രാഷ്ട്രീയത്തിനെ നശിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരുത്തനായിട്ടാണ് ഞാൻ ഈ എന്താ മറ്റേ ലുങ്കി വയ്ക്കണ കീറ്റക്സ് 2020. 2020യുടെ അയാളുടെ പേര് സാബു. ആ, അതെ. സാബുവിനെ ഞാൻ കാണുന്നത്. അയാൾ എന്ത് രാഷ്ട്രീയം നിർമ്മിക്കാൻ വരുന്ന ഒരു പുതിയ മഹാനായ ദേശസ്നേഹിയെ ഞാൻ കാണുന്നു. ഇയാളൊക്കെ മറ്റുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നാണ് ധരിച്ചിരുന്നത്. അയാൾ കുറേ വരെ പോയി പുറകിക്കൊണ്ടുവരികയാണ് സീരിയൽ നടികളെയും മറ്റവരെ. അവരെയൊന്നും കൊണ്ടുവന്നുകൂടാന്നല്ല ഞാൻ പറയണം. അതെ, പക്ഷെ അതെ, അതെ. ഇത് രാഷ്ട്രം ഭരിക്കാനായിട്ട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ? ഈ അഖിൽമാരാർ പറയുന്നത് ബിഗ് ബോസ് 3 ദിവസമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ രാഷ്ട്രീയ വീക്ഷണത്തെ പറ്റി ബോധമുണ്ടാവുമെന്നാണ്. അതിനെ ഈ പബ്ലിക് എനിക്ക് അഡ്മിനിസ്ട്രേഷനായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കുന്നത് എനിക്ക് അല്ല, മനസ്സിലായിട്ടില്ല. അയാളെ ഞാൻ ഇപ്പോഴും ഈ വെറുക്കുന്ന ഒരാളായിട്ടല്ല കാണും. ആ, ആ, ആ. അയാൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശയായിട്ടാണ് ഞാൻ കണക്കാക്കണത്. ഉം. അല്ലാതെ ഒരു സീരിയസും ആവേണ്ട ആവശ്യമില്ല. അയാൾ കേൾക്കുന്ന പുഷാരടി ആ. ലക്ഷറി ലൈഫൊക്കെ. ഉം. ഇയാൾ കയ്യിലൊക്കെ സ്വർണവും കഴുത്തിൽ സ്വർണ്ണം, അവിടെ സ്വർണ്ണം, ഇവിടെ സ്വർണവും, ഭയങ്കര മോഡേൺ ഡ്രസ്സും ഒക്കെ ധരിച്ച് ഇയാൾക്ക് ലക്ഷറി ആവാം. ഫോറിൻ കാറുകളുമായിട്ടൊക്കെ നടക്കണം, മറ്റവനെ കുറ്റം പറയുന്നു. നമ്മൾ ഇവരാരും നടക്കരുതെന്നല്ല, എല്ലാവരും ലക്ഷറി ആയിട്ട് ജീവിക്കൂ, അതിന് ആഗ്രഹിക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സെന്ന് പറയണത് തന്നെ ആളുകളെല്ലാം ഏറ്റവും വലിയ ലക്ഷറി ലൈഫൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ലോകത്ത് സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് എല്ലാവർക്കും കിട്ടണം. എല്ലാവർക്കും കിട്ടണമെന്നുള്ളത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ എങ്ങനെ ജീവിച്ചോട്ടെ. അതിന് വേറെ ഒരുത്തിനെ കുറ്റം പറയണത് സ്വയം ജീവിതം അങ്ങനെ ആക്കിയിട്ട് എന്ത് കാര്യത്തിലും പറയാൻ ഇയാൾ ആരാണ്? രാഷ്ട്രത്തിൻ്റെ എന്ത് കാര്യത്തിനെ പറ്റി അഭിപ്രായം പറയുക, എന്ത് ഇതും പറയുക എന്ന് പറയണത് ഈ അതൊക്കെ തെറ്റായ ഒരു കാര്യമാണ്. അഭിപ്രായം ചിന്തിച്ചും അതിനകത്തൊരു കഴമ്പ് വേണം. ഈ അടുത്ത കാലത്ത് ഞാൻ കഴമ്പുള്ള ഒരു വിമർശനം കണ്ടത് ജോയി മാത്യുവിൻ്റെയാണ്. ഈ കോമാളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ ആക്ഷേപിച്ചപ്പോൾ അതിന് ഒരുപാട് പേര് ബഹളമൊക്കെ ഉണ്ടാക്കുകയും പറഞ്ഞു. പക്ഷെ അതൊന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. അത് കാര്യമായിട്ടൊരാൾ പറഞ്ഞത്. അതുവരെ ജോയി മാത്യു പറഞ്ഞിട്ടുള്ളതൊന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുള്ള ആളൊന്നുമല്ല. അയാൾ ഇങ്ങനെ ഒരുപാട് കാട് കയറിയൊക്കെ പറയുന്ന ആളാണ്. പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് ചർച്ചയാവണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും വലിയ ബഹുമാനമുള്ള എൻ്റെ നേതാവാണ്, അല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് ഐസക് തോമസ്, ധനകാര്യമന്ത്രി. നല്ല ശേഷിയുള്ള മന്ത്രി എന്നൊക്കെ എനിക്ക് വലിയ അപ്രിസിയേഷൻ ഉള്ളതാണ്. പക്ഷേ അങ്ങേർക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ജോയ് തോമസ്, അസാധ്യമായിട്ട്. നിങ്ങളതൊന്നും നോക്കേണ്ടതാണ്. അത് അങ്ങനെ വേണം പ്രതികരിക്കാൻ.
അപ്പം നമുക്കതിന് മുമ്പ് എനിക്ക് ജോയ് തോമസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, ഒരു അഭിനന്ദനം പറയണമെന്നുണ്ട്, ഇങ്ങനെ പ്രതികരിക്കുക. അതിന് നമ്മൾ കക്ഷി രാഷ്ട്രീയമായിട്ടൊന്നും കാണണ്ട. ഐസക് തോമസിനെ ഞാൻ ബഹുമാനിക്കുകയും എൻ്റെ ലീഡറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സുഹൃത്തായ ജോയ് തോമസിനോട് ദേഷ്യമൊന്നും തോന്നണ്ട. അയാൾ വളരെ സെൻസിബിളായി പറഞ്ഞ ആ ബൗദ്ധികമായ ഒരു സമീപന രീതിയെ, വിമർശനത്തെ നമ്മൾ മുഖവിലക്കെടുക്കണം. അതിൽ സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനകത്തൊരു പക്വതയും പാകതയും ഉണ്ട്. പക്വതയും പാകതയും സത്യവും ഉണ്ട്. രമേശ് പിഷാരടിയുടെ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയാൻ പറ്റില്ല, ഒരു തിരഞ്ഞെടുപ്പ് പ്രവേശനം, അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുക, എത്രമാത്രം പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരന്? അതൊക്കെ ഞാൻ ഈ എല്ലാം പറഞ്ഞില്ലേ, ഈ വന്നിരിക്കുന്ന ഇയാളെ പോലെ തന്നെ അഖിൽമാരാ അഖിൽമാരാർ വന്ന്, ഈ പിഷാരടി വന്നു, ഇങ്ങനെയൊക്കെ ഉള്ളവർ വന്ന്, ഇതൊന്നും ഞാൻ വലിയ ഗൗരവമായിട്ട് എടുക്കുന്നതല്ല. ഇവർക്ക് ആർക്കും വന്ന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നിയമവശങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ്, ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് ആ കസേരയിൽ ഇരിക്കാൻ അർഹതയുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇന്നടത്ത് നിൽക്കാൻ അർഹതയുണ്ടോ? ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു? പ്രേം നസീറിനെ തോൽപ്പിച്ചിട്ട് ഇതാണ്. ഈ വളർന്നു വരുമ്പോഴാണ് ഈ പ്രേം നസീറിൻ്റെ മുഖവും നമ്മുടെ മുഖമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും ആ സ്ഥാനത്തൊന്നും നമുക്ക് ജീവിതത്തിൽ നിൽക്കാൻ ഒക്കില്ല എന്ന് മനസ്സിലാക്കുന്നതൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കണം നമ്മൾ വളരുന്നതിനനുസരിച്ച്. നമ്മളെവിടെയാണ് നിൽക്കുന്നത്, എന്തിനാണ് നിൽക്കുന്നത്. ചുമ്മാ ഒരു സംഗതി നമ്മൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ, ഞാനൊക്കെ തീവ്രമായ രാഷ്ട്രീയത്തിനകത്തുനിന്ന് മുങ്ങിപ്പോയ ദുരന്തങ്ങളുടെ ഒരു വേദിയായ വീട്ടിനകത്തുനിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സാമാന്യം ഒക്കെ രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു പക്ഷത്ത് തന്നെയാണ്, ഇടതുപക്ഷത്ത് തന്നെയാണ്. ഞാൻ പാർട്ടി ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും അവസാനം വരെ, അതിൽ സംശയമൊന്നുമില്ല. ഇടതുപക്ഷമില്ലാത്ത ഒരു ലോകത്തിനെ പറ്റി, ഒരു ഇന്ത്യയെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു വിരുദ്ധാഭിപ്രായം ഇല്ലാത്ത അവസ്ഥ. വിരുദ്ധ അഭിപ്രായമൊന്നുമല്ല, ഈ രാഷ്ട്രീയ സേവനമൊക്കെ നമ്മളങ്ങ് ഇതാക്കി കളയരുത്. മനസ്സിലായില്ലേ? പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ, എനിക്കൊക്കെ വളരെ നേരിട്ട് അറിയാമെന്നുള്ളതാണ്. കാലത്തെ ഒരാൾ വന്നിട്ട് തെങ്ങ് കിളയ്ക്കാൻ വരും, പുരയിടമൊക്കെ വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ അയാൾ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കൊക്കെ ഇവിടുന്ന് കഞ്ഞിവെള്ളം കൊടുക്കണതൊക്കെയാണ് കുടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഹോട്ടലിൽ പോയി അന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയോ ഇന്നത്തെ തൊഴിലാളി കൊണ്ടുവരും പോലെ 2 ടിഫിൻ ബോക്സ് കൊണ്ടുവരികയോ ഒന്നും ചെയ്യണ കാലമല്ല. അത് കുടിച്ചിട്ട് ഈ വെയിലത്ത് നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കാർന്നവർ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ, എത്ര തെങ്ങിൻ്റെ മൂട് കിളച്ചടോ, അവിടെ നിന്ന് ഇത്ര, അത് പറ്റില്ല, ഇത്ര എണ്ണം തീരണം, പെട്ടെന്ന് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതൊരു മനുഷ്യനാണെന്ന് പോലും ഇല്ലാത്ത വിധത്തിലുള്ള സമീപന രീതികളും ഭാഷാശൈലികളും ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അയാൾ അധ്വാനിച്ച് വൈകുന്നേരം വരെ നല്ല അധ്വാനിച്ച് കഴിഞ്ഞ് വൈകുന്നേരമായി അയാൾ അടുത്ത് കൂടെ ഒഴുകുന്ന ചെറിയ പുഴയോ തോടോ ആറോ ഒന്ന് കാലും മുഖമൊക്കെ കഴുകി ശുദ്ധീകരിച്ച് അയാൾ കൊണ്ടുവന്ന പണി വസ്ത്രം മാറ്റി മറ്റേ വസ്ത്രമൊക്കെ കൊടുത്ത് നമ്മുടെ തറവാട്ടിൻ്റെ നടയിൽ വരുമ്പോൾ, ഇവിടുത്തെ ജന്മി ഇതിന് കൂലി കൊടുക്കേണ്ടവൻ അയാൾ മെയിൻ റോഡിൽ പോയിരിക്കുക. അവിടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ റോഡിൽ പോയിരിക്കുന്നു എന്ന് പറയും. അവിടെ പോയിരിക്കണമെന്ന് വെച്ചാൽ ജന്മിക്ക് ആവശ്യമുള്ള മുറുക്കാനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ വരാൻ വൈകുന്നേരത്തെ ഒരു യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ആ ജന്മി റോഡിൽ പോയിരിക്കുകയാണ്, നിൽക്ക്, ജന്മി വരാൻ സന്ധ്യയാവും. ഈ സന്ധ്യയ്ക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ, എത്ര മൂട് കിളച്ചിടോ എന്നൊക്കെ അപ്പോഴും ചോദ്യം ചെയ്യലാണ്. ചോദ്യം ചെയ്തിട്ട് കൊണ്ടുവന്ന് ഒരു 60 രൂപ കഷ്ടിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഒരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇന്ന് ജീൻസ് പാൻറ്റും ഇട്ട് മോട്ടോർ ബൈക്ക് ഓടിച്ചിട്ട് ജോലിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നിറങ്ങിയിട്ട് കാലത്തെ 10 മണിയാകുമ്പോൾ ജോലിക്ക് കയറി 11 മണിയാകുമ്പോഴത്തേക്ക് ടിഫിൻ കഴിക്കാൻ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറി 1 മണിയാകുമ്പോഴത്തേക്ക് ആരോടും ചോദിക്കാതെ കൈകാലുകൾ ശരിയാക്കി വന്ന് മധ്യാഹ്ന ഭക്ഷണത്തിന് വന്നു, അത് ടിഫിൻ പൊട്ടിച്ചു. നമ്മുടെ വീട്ടിലുള്ളതിനേക്കാളും വിഭവസമൃദ്ധമാണ്, മുട്ടയും മീനും ഇല്ലാതെ ഒന്നും വരില്ല. അത് ഞാനിവിടെ നടന്നിട്ടുള്ള കണ്ടിട്ടുള്ള ആളാണ്. ഞാൻ 1-2 വീട് വെച്ചപ്പോൾ ഉള്ള സംഗതിയാണ് പറയണത്. അപ്പോൾ അതെല്ലാം കഴിച്ച് സുഭിക്ഷനായിട്ട് കിടന്നു വന്ന് റെസ്റ്റ് എടുത്ത്, ടൈമുണ്ട് അവർക്ക്. 2 മണിക്ക് പിന്നെ കയറുള്ളൂ, ആരും അതിനൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. 2 മണിക്ക് കയറി 4:30 മണിക്കാകുമ്പോഴത്തേക്ക് വീണ്ടും ഇതെല്ലാം കഴുകി റെഡിയാക്കി കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നോ വരുന്ന വ്യക്തി ജീൻസും അതിനനുസരിച്ചുള്ള അപ് ടു ഡേറ്റ് അപ്പുറമൊക്കെ ധരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 1000 രൂപയും എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ 1 കൊടുക്കാൻ, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം വരില്ല.
ഒരു സംസാരവുമില്ല. ഈ അവസ്ഥയിലേക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ള ഐതിഹാസികമായ സമരചരിത്രങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം.